ബഹ്റിൻ്റെ ഹൃദയമാണ് മനാമ. ആ മനാമ കിഴക്ക് സൂര്യനുദിക്കും മുമ്പ് തന്നെ ഉണർന്നിരിക്കും. വെള്ളിയാഴ്ചകളിൽ ഉറക്കമേ ഇല്ലാത്തൊരു മനാമയുണ്ട്. സംസ്കാരവും വ്യാപാരവും ചേർന്ന മനുഷ്യരുടെ ഹൃദയത്തിലേക്കൊരു യാത്ര. അതെ, നമ്മൾ കാണാൻ പോകുന്നത് മനാമയുടെ സ്വന്തം സെൻട്രൽ മാർക്കറ്റാണ്. വെൽക്കം ടു മനാമ മാർക്കറ്റ്. ഹേയ്, നമുക്ക് ഈ ഫുള്ള് വീഡിയോ കാണണ്ടേ? വായോ. നമ്മുടെ മനാമയിലെ ഈ മാർക്കറ്റ് കണ്ടിട്ടുണ്ടോ? ഇത് വെറും ഫിഷ്, വെജിറ്റബിൾ, ഫ്രൂട്ട്സ്, മീറ്റ് എന്നിവ കിട്ടുന്ന മാർക്കറ്റാണെന്ന് തോന്നും. പക്ഷേ ഒരു വെള്ളിയാഴ്ച രാവിലെ ഇവിടേക്ക് ചെന്നാൽ അത് കണ്ടു നിൽക്കാനാവില്ല. ഞങ്ങൾ രാവിലെ ഇവിടെ 5 മണിക്ക് എത്തി. പക്ഷേ അതിന് എത്രയോ നേരത്തെ തന്നെ ഇവിടെ മാർക്കറ്റ് ആക്റ്റീവായിരുന്നു. പച്ചക്കറി കച്ചവടക്കാർക്ക് വേണ്ടിയാണ് ഇവിടെ പ്രധാന വിൽപ്പന. പയറ്, ചേമ്പ്, തക്കാളി, ഉള്ളി, ഉരുളൻകിഴങ്ങ്, മുളക് എല്ലാം വലിയ പാക്കറ്റുകളിൽ തന്നെ വിറ്റുകൊണ്ടിരിക്കുന്നു. വലിയ അളവിൽ വാങ്ങാൻ വരുന്നവർ ഏറെയാണ്. പച്ചക്കറി കടക്കാർ മാത്രമല്ല കേട്ടോ, കോൾഡ് സ്റ്റോറുകാർ, ഹോട്ടലുകാർ, അങ്ങനെ ഒരുപാട് പേർ അതിരാവിലെ തന്നെ മാർക്കറ്റിലേക്ക് എത്തും. ഇപ്പം തന്നെ കണ്ടില്ലേ 6 മണിയുടെ ഒരു വെളിച്ചം. പക്ഷേ 5 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. ബഹ്റൈനികളും പാകിസ്ഥാനികളും ബംഗ്ലാദേശികളും ഫിലിപ്പീൻസും ആഫ്രിക്കക്കാരും എല്ലാവരും ഈ മാർക്കറ്റിലുണ്ട്. ഇങ്ങനെ നടക്കുന്ന വഴിക്കതേ ഒരു മലയാളി ചേട്ടനെ കണ്ടു. ചേട്ടൻ കാശെണ്ണമാണ് കേട്ടോ. കാശ്, പണം, തൊട്ട് മണി മണി. ചേട്ടൻ കാശൊക്കെ എണ്ണി തിട്ടപ്പെടുത്തുകയാണ്. മലയാളികളാണ് ഇവിടെ കൂടുതലും മൊത്ത കച്ചവടക്കാർ. ഈ ഹോൾസെയിൽ കച്ചവടം നടക്കുന്നതിന് ബാക്കിലായിട്ട് വലിയൊരു സ്റ്റാളുണ്ട്. അതിലേക്ക് കയറിയാൽ ഒരുപാട് ഷോപ്പുകൾ കാണാം. പഴങ്ങളും പച്ചക്കറികളും ഒക്കെയായി. നമ്മുടെ നാട്ടിലെ കടകളെ പോലെ പഴക്കുലകളും തൂക്കിയിട്ടിരിക്കുന്നത് കണ്ടില്ലേ? അവിടുന്ന് തന്നെ സാമ്പാർ കിറ്റ് കിട്ടും, ചേമ്പ് കിട്ടും, മത്തങ്ങ കിട്ടും, എല്ലാം നമ്മുടെ നാട്ടിലെ എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. ഇപ്പോൾ ഞങ്ങൾ ഇറച്ചി മാർക്കറ്റിലേക്കാണ് പോകുന്നത്. മട്ടൻ, ബീഫ് എല്ലാം ഇവിടെ ഉണ്ട്. ഓരോ കടയുടെ മുന്നിലും നല്ല തിരക്ക് കാണാം. മീറ്റ് മാർക്കറ്റിൽ നിന്നും ഫിഷ് മാർക്കറ്റിലേക്ക് പോകും വഴി ഇവിടെ ചെറിയൊരു സ്ഥലത്ത് കുറേ ഇലകളും പയറുകളും മറ്റുമൊക്കെ വിൽക്കുന്ന സ്ഥലമുണ്ട്. സലാഡിന് ഉപയോഗിക്കുന്ന ഇലകളുണ്ട്, ചീരയുണ്ട്, അങ്ങനെ ഒരുപാട് ഇലവർഗ്ഗങ്ങൾ വിൽക്കുന്ന സ്ഥലമുണ്ട്. അതും കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ കുറച്ച് സ്റ്റാളുകളുണ്ട്. അതും പച്ചക്കറിയും ഫ്രൂട്ട്സും വിൽക്കുന്ന കടകളാണ്. ഇവിടെ നമ്മുടെ മരച്ചീനിയും സാമ്പാർ കിറ്റുകളും എല്ലാം ഇവിടെയും കിട്ടും. ഇനി നമ്മൾ നേരെ ഫിഷ് മാർക്കറ്റിലേക്ക് കയറുകയാണേ. ഇത് ഫിഷ് മാർക്കറ്റിൻ്റെ ഭാഗമാണ്. രാവിലെ പെട്ടെന്ന് വന്നാൽ നല്ലതും ഫ്രഷായതുമായ മീൻ കിട്ടും. മത്തി, നെയ്മീൻ, ഹമ്മൂർ, ചെമ്മീൻ, അങ്ങനെ ഒരുപാട് മീനുകളെല്ലാം ഇവിടെ ഉണ്ട്.
ബംഗ്ലാദേശുകാരാണ് ഇവിടെ മീൻ വിൽക്കാൻ കൂടുതലുള്ളത്. മലയാളികളെ ആരും ഞാൻ കണ്ടില്ല. പക്ഷേ എന്തൊരു തിരക്കാണ്. അങ്ങനെ മീനും വാങ്ങി കുറച്ച് പച്ചക്കറിയും വാങ്ങി പോകാമെന്ന് കരുതി വണ്ടിക്കടുത്തേക്ക് നടന്നപ്പോൾ ഇത് കണ്ടോ, ചായമുക്ക്. എന്നാൽ ഒരു ചായയും കുടിച്ചേക്കാം. ഇത് മാത്രമല്ല കേട്ടോ, വെജിറ്റബിളും ഫ്രൂട്ട്സും ഒക്കെ വിൽക്കുന്ന സ്റ്റാളിന് അകത്തുമുണ്ട് ഇതുപോലൊരു ചായക്കട. നല്ല രസമുണ്ട്. മനാമ മാർക്കറ്റിൽ ഒറ്റവട്ടം വന്നാൽ വീണ്ടും വരണമെന്നുണ്ടാകും. സൗഹൃദമുള്ള വ്യാപാരികളും കുറവ് വിലയും അതാണ് ഇവിടുത്തെ വലിയ പ്ലസ് പോയിന്റ്. ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.